പ്രകൃതിമരണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആർക്കും വരാം, ആസ്വദിക്കാം. എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ. കിങ് വിളിക്കുന്നുണ്ട്. യാത്രകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മഹാനാക്കുന്നതും. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങൾ നൽകുന്നു. ഈ അനുഭവങ്ങൾ അവനിലേക്ക് എത്തുന്നത് പലതരം വികാരങ്ങളിലൂടെയാണ്. ആനന്ദം, ആശ്ചര്യം, കോപം, വിഷാദം, ഭയം. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പഞ്ചഭൂതങ്ങൾ പോലെ ഈ 5 വികാരങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ യാത്രയിൽ നടന്നതെന്ന് അനുഭവിച്ചറിയാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബസ്സെത്തി. നമ്മൾ നേരെ ബസ്സിൽ കയറി ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലെത്തി. അവിടെ പിന്നെ അപ്പനും അനിയനും കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു വരികയാണ്. അപ്പം അതിൻ്റെ ത്രില്ലിൽ പുള്ളി വണ്ടി ഓടിക്കുന്നു, നമ്മൾ ഒഴിക്കുന്നു. അവിടുന്ന് അമ്മച്ചി നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയപ്പം നമ്മൾ നേരെ പോകുന്നത് ഓണമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാതാറ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. കാടും മലയൊക്കെ കയറി വേണം പോകാൻ. പക്ഷേ അവിടെ ചെന്നാലുള്ള ഒരു ഫീല് നിങ്ങളെ നിന്ന് കണ്ടുപോയി. ഇങ്ങനെയുള്ള വാട്ടർഫോൾസും ഹിൽ ഏരിയാസും ഒക്കെ ഞങ്ങൾ നിലമ്പൂരുകാരുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രകൃതിമരണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആർക്കും വരാം, ആസ്വദിക്കാം. അപ്പം നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഈ വാട്ടർഫോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഓണസദ്യ കഴിക്കാൻ. ഓണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും കൂടി പോയിട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള വീട്ടിൽ നേരെ പോയിട്ട് ചിക്കൻ ചൂടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പച്ചക്കറി കഴിച്ച് മടുത്തുന്നേ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും രാത്രി പോകാൻ. ഫുള്ള് മഴയായിരുന്നു. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. മോനെ, പടിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. നോക്കട്ടോ. അടിക്കണ്ടോ? പിന്നെ അങ്ങനെ തോടും മലയൊക്കെ താണ്ടി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. പക്ഷെ ഇനി അങ്ങോട്ടേക്കാണ് ഇതിനകത്തുള്ള എല്ലാവിധ ടെസ്റ്റുകളും ഉള്ളത്. അപ്പം ഇനി നമ്മൾ നമ്മുടെ വീട് തുറന്ന ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാവർക്കും എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഭാഗ്യം നനഞ്ഞില്ല. ഇങ്ങനെ കൂനയാക്കി വെക്കാതെ ഇത് ഉരുകോടാ. ഇത് ഉരുകോ ഡിഷ് ഡിഷ് പൊള്ളി കൂഞ്ഞാലാടൂ. വോയിസ് ഒന്നും വരത്തില്ലല്ലോ അല്ലേ? എടാ കത്തി തൊട്ട് തൊട്ടി വഴി നിൽക്കുമ്പോ
കാണാമോ കാണാമോ എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ കണ്ടില്ലെന്നാളും കാണാമറയത്തവളില്ലേ എത്ര വിളിച്ചിട്ടും മറുവിളി കേട്ടില്ല കേട്ടില്ലെന്നാളും എടാ വെള്ളം എടുത്തടാ ചേച്ചാ എനിക്ക് ആ ബക്കറ്റ് എനിക്ക് പെരുത്തിഷ്ടായി എല്ലാത്തിലും കൂട്ടേക്കാം കിങ് വിളിക്കുന്നുണ്ട്. അപ്പ എന്താ മണ്ണ് പിടിക്കണേ മണ്ണ് പിടിക്കണേ അഭിപ്രായം തൽക്കാലം നീ ഇപ്പൊ ഇങ്ങോട്ട് തിന്നെ അതും ഏകദേശം 100 ആൾക്കാരെ ഒരു 100-150 ആൾക്കാര് 3 ദിവസം അനുവാദമില്ല തനിക്ക് പോകാൻ അനുവാദമില്ല. ഒരു കൈ വരട്ടെ ഒരു കൈ ഇവിടുന്നാണ് തന്നെ ഓടണം കേട്ടോ മറ്റേ തന്നെ വണ്ടിയുടെ അടുത്ത് പോകായിരുന്നു മറ്റേ ലോകിന്റെ ചാത്തന്മാർ വരും